വടകര നഗരസഭ കണ്ടീജന്റ് ജീവനക്കാരുടെ കലാസാംസ്കാരിക കൂട്ടായ്മയായ സ്പാർക്ക് വടകരയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർമാൻ പി.കെ. ശശി കൂട്ടായ്മയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. വടകര നഗരസഭ കണ്ടീജന്റ് ജീവനക്കാരുടെ കലാസാംസ്കാരിക കൂട്ടായ്മയുടെ പേരാണ് സ്പാർക്ക് വടകര. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പേരും കൂടി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വടകര നഗരസഭ കണ്ടീജന്റ് ജീവനക്കാരുടെ കലാപരവും സാംസ്കാരികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കൂട്ടായ്മയായ സ്പാർക്ക് വടകരയ്ക്ക് രൂപം നൽകിയത്. വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി.കെ. ശശി ഉദ്ഘാടനം ചെയ്തു. വടകര നഗരസഭയുടെ അഭിമാനമാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളെ കൈകൊണ്ട് നഗരം വൃത്തിയാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കല കൊണ്ടും നഗരം ഏറ്റവും മികച്ചതാകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. വേറിട്ട് നിൽക്കാതെ ഒറ്റക്കെട്ടായി എന്ത് ചെയ്യുക, ഈ സംഘടനയെ വളർത്തുക. രാഷ്ട്രീയം നോക്കണ്ട, മതം നോക്കണ്ട, എല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിലേക്ക് മാറുവാൻ വേണ്ടി കഴിയണം. രാഷ്ട്രീയമൊക്കെ നമ്മൾക്കുണ്ട്, പക്ഷെ അതിൻ്റെ രീതിയിലേക്ക് പോകണ്ട. ഇത് ജാതിയും മതവും ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി പോകുന്നതാണ് ഈ സംഘടന ഇന്ന് രൂപീകരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരട്ടെ. ഈ കലാസാംസ്കാരിക സംഘടന വടകര മുനിസിപ്പാലിറ്റിയുടെ അഭിമാനമായി മാറട്ടെ എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. വടകര മുനിസിപ്പാലിറ്റിക്ക് തന്നെയാണ്, വടകര മുനിസിപ്പാലിറ്റിയുടെ കണ്ടീജൻസി ജീവനക്കാർ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കി വടകര മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള കലാസാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയും കൂടിയും മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് അഭിമാനത്തോടു കൂടി എല്ലാ വേദിയിലും നമ്മൾക്ക് പറയുവാൻ വേണ്ടി കഴിയും. ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾക്ക് കഴിയും. ചില നന്നായിട്ട് പാട്ട് പാടുന്ന ആളുകളുടെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. വത്സമാഷിൻ്റെ ഏറ്റവും നന്നായിട്ട് എഴുതിയെങ്കിൽ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് പുറത്തും പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. സംഘാടക സമിതി ചെയർമാൻ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഗാനരചയിതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ഇ.വി. വത്സൻ മാസ്റ്റർ ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഞങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഉണർന്നിരുന്ന് ഞങ്ങൾക്ക് കാലിൽ മുള്ളുതെറിക്കാതിരിക്കാൻ നിങ്ങളതെല്ലാം പൂക്കളാക്കി മാറ്റുന്ന ഒരു അനുഗ്രഹീത മാലാക്കന്മാരോ ഗന്ധർവന്മാരോ ഒക്കെയാണ് നിങ്ങളെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം നമ്മുടെ മനസ്സിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെയുള്ള മലീമസമായ ചിന്തകളാണ് മനസ്സിലെല്ലാം നിറഞ്ഞിരിക്കുക. അത് എല്ലാ മനുഷ്യരിലുണ്ട്. പക്ഷെ അത് നമ്മൾ അടക്കി വെക്കുന്ന കാരണം നമുക്കൊരു സംസ്കാരം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ ജയിലൊക്കെ അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അത് നമ്മളെന്താണ്, നമുക്കിത് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ എല്ലാം അടക്കി വെക്കുന്നത്? നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അടക്കി വെച്ച് നിൽക്കുന്നത്. പക്ഷെ ഇത് ഡിലീറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കലാകാരൻ്റെ ഒരു ഭാഗമായിരിക്കണം. ചടങ്ങിൽ രക്ഷാധികാരി ടി.സി. പ്രദീപൻ ആമുഖ ഭാഷണം നടത്തി. സുമേഷ് ജഫ്രി സ്വാഗതവും അജിത വി.കെ. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.